കേരളത്തിൽ മെയ് മാസം വെറുമൊരു വേനൽക്കാലമോ വേനലവധി തീരുന്നതിന് തൊട്ടു മുമ്പുള്ള കാത്തിരിപ്പിന്റെ സമയമോ മാത്രമല്ല, അത് ആയിരക്കണക്കിന് ആളുകളുടെ ഔദ്യോഗിക ജനന മാസവും അതിലേറെ പേരുടെ ഔദ്യോഗിക വിരമിക്കൽ മാസവുമാണ്. ഈ വർഷം മെയ് മാസത്തിൽ മാത്രം കേരളത്തിലെ വിവിധ സർക്കാർ സർവീസുകളിൽ നിന്നും 12,000-ലധികം ഉദ്യോഗസ്ഥരാണ് ഒരേ ദിവസം പടിയിറങ്ങിയത്. സർക്കാർ ഓഫീസുകളും വിദ്യാലയങ്ങളും KSRTCയും KSEBയും ഉൾപ്പെടെയുള്ള സമസ്ത മേഖലകളിലും മെയ് 31 എന്ന തീയതി വലിയൊരു ശൂന്യതയാണ് സൃഷ്ടിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ കൂട്ടപ്പിറന്നാളുകളുടെയും സഹപ്രവർത്തകരുടെ കൂട്ടവിരമിക്കലിൻ്റെയും ചിത്രങ്ങൾ നിറയുമ്പോൾ പുതിയ തലമുറയ്ക്ക് തികച്ചും കൗതുകകരമായ ഒരു ചോദ്യം ജനിച്ചേക്കാം. എങ്ങനെയാണ് ഇത്രയധികം ആളുകൾക്ക് മെയ് മാസത്തിൽ ജനിക്കാൻ കഴിഞ്ഞത്? ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജനിച്ചവരെല്ലാം മെയ് മാസം എങ്ങനെയാണ് ബർത്ത് മാസമായി മാറിയത്? ഇതൊരു യാദൃശ്ചികതയല്ല, മറിച്ച് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക ചരിത്രത്തിൽ പതിഞ്ഞു കിടക്കുന്ന വളരെ രസകരമായ ഒരു ഭരണപരമായ കൗതുകമാണ്. 1970കളിലും 80കളിലും 90കളുടെ തുടക്കത്തിലും കേരളത്തിലെ സ്കൂളുകളിൽ നടന്ന ഒരു അനൗദ്യോഗിക തീയതി തിരുത്തൽ പ്രക്രിയയുടെ ബാക്കി പത്രമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ കൂട്ടവിരമിക്കലുകൾ. ഈ പ്രതിഭാസത്തിൻ്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 5 പതിറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് കേരളത്തിൻ്റെ ഗ്രാമീണ പശ്ചാത്തലത്തിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. ഇന്നത്തെ പോലെ ആശുപത്രികളിൽ ജനനം നടക്കുകയും ജനിച്ച ഉടനെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ജനന സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല അത്. ഭൂരിഭാഗം ജനനങ്ങളും വീടുകളിൽ തന്നെ നാട്ടുവയറ്റാട്ടിമാരുടെ കാർമ്മികത്വത്തിലായിരുന്നു നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇംഗ്ലീഷ് തീയതിയോ വർഷമോ രേഖപ്പെടുത്തി വെക്കുന്ന ശീലം അന്നത്തെ സാധാരണക്കാരായ മാതാപിതാക്കൾക്കുണ്ടായിരുന്നില്ല. മലയാള മാസവും നാളും, അതായത് നക്ഷത്രവും മാത്രമായിരുന്നു അവരുടെ ഓർമ്മയിലുണ്ടായിരുന്നത്. കർക്കടകത്തിലെ തിരുവോണത്തിന് ജനിച്ചു, അല്ലെങ്കിൽ ഓണത്തിന് മുന്നത്തെ ആയില്യത്തിന് ജനിച്ചു എന്നിങ്ങനെയുള്ള കണക്കുകൾക്കപ്പുറം കൃത്യമായ ഒരു തീയതി അവർക്ക് അജ്ഞാതമായിരുന്നു. കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോകുമ്പോൾ പ്രധാന അധ്യാപകർ ഇംഗ്ലീഷ് തീയതി ചോദിച്ചാൽ പല രക്ഷിതാക്കളും ഉത്തരം പറയാനാവാതെ കുഴങ്ങുമായിരുന്നു. കൃത്യമായ ഒരു രേഖയും കൈവശമില്ലാത്ത ഇത്തരം സാഹചര്യങ്ങളിൽ സ്കൂൾ പ്രവേശന രജിസ്റ്ററിൽ കുട്ടിയുടെ ജനനത്തീയതി കുറിക്കുക എന്നത് പൂർണ്ണമായും പ്രധാനാധ്യാപകന്റെ യുക്തിക്കും തീരുമാനത്തിനും വിട്ടുകൊടുക്കുന്ന ഒരു രീതിയായിരുന്നു അക്കാലത്ത് നിലനിന്നിരുന്നത്. കുട്ടികളുടെ ജനനത്തീയതി കൃത്യമായി അറിയാത്തത് മാത്രമല്ല മെയ് മാസം ഔദ്യോഗിക ജനന മാസമായി മാറാൻ കാരണം. ഇതിന് പിന്നിൽ വളരെ കൃത്യമായ ഒരു സാങ്കേതിക കാരണവും ഗണിതശാസ്ത്രവുമുണ്ട്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ ചട്ടങ്ങൾ പ്രകാരം 1-ാം ക്ലാസ്സിൽ പ്രവേശനം ലഭിക്കണമെങ്കിൽ കുട്ടിക്ക് ജൂൺ 1-ാം തീയതി 5 വയസ്സ് പൂർത്തിയായിരിക്കണം എന്ന കർശനമായ നിയമമുണ്ടായിരുന്നു. അക്കാലത്ത് പ്രീ പ്രൈമറി വിദ്യാഭ്യാസമോ അങ്കണവാടികളോ ഇന്നത്തെ പോലെ വ്യാപകമായിരുന്നില്ല. കുട്ടികളെ നേരിട്ട് 1-ാം ക്ലാസ്സിലേക്കാണ് ചേർത്തിരുന്നത്. സ്കൂൾ തുറക്കുന്ന ജൂൺ മാസത്തിൽ അഡ്മിഷനായി ചെല്ലുമ്പോൾ പല കുട്ടികൾക്കും 5 വയസ്സ് തികയാൻ കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ കുറവുണ്ടാകും. ഉദാഹരണത്തിന് ജൂലൈയിലോ ഓഗസ്റ്റിലോ ആണ് കുട്ടിയുടെ യഥാർത്ഥ ജനനമെങ്കിൽ ജൂൺ 1-ന് കുട്ടിക്ക് 4 വയസ്സും 10-11 മാസവും മാത്രമേ പ്രായമുണ്ടാകൂ. നിയമപ്രകാരം നോക്കിയാൽ ആ കുട്ടിക്ക് ആ വർഷം സ്കൂളിൽ പ്രവേശനം ലഭിക്കില്ല. പകരം ഒരു വർഷം മുഴുവൻ വീട്ടിലിരുന്ന് അടുത്ത അധ്യയന വർഷം വരെ കാത്തിരിക്കേണ്ടി വരും. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തുടങ്ങിയ ആ കാലഘട്ടത്തിൽ തൻ്റെ കുട്ടിയുടെ ഒരു വർഷം വെറുതെ പാഴായി പോകുന്നത് ഒരു രക്ഷിതാവിനും സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ഈ സങ്കടവുമായി വരുന്ന രക്ഷിതാക്കളെ സഹായിക്കാൻ അന്നത്തെ അധ്യാപകർ ഒരുക്കിയ ഒരു കുറുക്കു വഴിയായിരുന്നു ജനന തീയതിയിലെ തിരുത്തൽ. ജൂൺ 1-ന് 5 വയസ്സ് തികയണമെങ്കിൽ കുട്ടിയുടെ ജനന തീയതി മെയ് മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസമായി രേഖപ്പെടുത്തിയാൽ മതിയാകും. മെയ് 1 മുതൽ മെയ് 31 വരെയുള്ള ഏതെങ്കിലും ഒരു തീയതി നൽകിയാൽ കുട്ടിക്ക് ജൂൺ 1-ാം തീയതി കൃത്യമായി 5 വയസ്സും കുറച്ച് ദിവസങ്ങളും പ്രായമാകും. അങ്ങനെ യാതൊരു തടസ്സവുമില്ലാതെ ആ വർഷം തന്നെ കുട്ടിക്ക് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്യും. കുട്ടിയുടെ ഭാവി ഓർത്ത് രക്ഷിതാക്കളുടെ പൂർണ്ണ സമ്മതത്തോടെ പ്രധാന അധ്യാപകർ ചെയ്ത ഈ കാരുണ്യമാണ് ലക്ഷക്കണക്കിന് കേരളീയരുടെ ജനന തീയതി മെയ് മാസത്തിലേക്ക് മാറ്റി എഴുതിയത്. മെയ് 10, 15, 20, 25, 31 എന്നിങ്ങനെയുള്ള റാൻഡം തീയതികളാണ് അഡ്മിഷൻ രജിസ്റ്ററുകളിൽ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തപ്പെട്ടത്. മാർച്ച് 3-ന് ജനിച്ച എൻ്റെ ജനന തീയതി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മെയ് 28-നാണ്. സ്കൂൾ പ്രവേശനത്തിനായി രേഖപ്പെടുത്തിയ ഈ പുതിയ ജനന തീയതി പിന്നീട് അവരുടെ ജീവിതത്തിൻ്റെ ഔദ്യോഗിക രേഖയായി മാറുകയായിരുന്നു. 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ, അതായത് അന്നത്തെ SSLC ബുക്കിൽ ഈ തീയതി അച്ചടിച്ചതോടെ അവരുടെ ഔദ്യോഗികമായ മാറ്റാനാകാത്ത ജനന തീയതിയായി അത് മാറുകയായിരുന്നു. പിന്നീട് ഉപരിപഠനത്തിനായാലും പാസ്പോർട്ട് എടുക്കാനായാലും സർക്കാർ ജോലിക്കായി PSC അപേക്ഷ നൽകുമ്പോഴായാലും ഈ മെയ് മാസത്തിലെ തീയതി തന്നെയാണ് അവർ ഉപയോഗിച്ചത്. കൗതുകകരമായ മറ്റൊരു വസ്തുത എന്തെന്നാൽ ജനന തീയതി കുറച്ച് കാണിക്കുന്നത് വഴി പലർക്കും സർക്കാർ സർവീസിൽ പ്രവേശിക്കാൻ പ്രായപരിധി 1 വർഷത്തോളം അധികം ആനുകൂല്യം ലഭിച്ചു എന്നതാണ്. യഥാർത്ഥത്തിൽ 28 വയസ്സുള്ള ഒരാൾക്ക് സ്കൂൾ രേഖകൾ പ്രകാരം 27 വയസ്സേ ഉണ്ടാകൂ. അത് PSC പരീക്ഷകളിൽ അവസാന നിമിഷം വരെ പൊരുതാൻ അക്കാലത്ത് ഉദ്യോഗാർത്ഥികളെ സഹായിച്ചിരുന്നു. അങ്ങനെ യാതൊരു മുൻകൂട്ടിയുള്ള ആസൂത്രണവുമില്ലാതെ അധ്യാപകർ നൽകിയ ഈ തീയതികൾ ഒരു തലമുറയുടെ മുഴുവൻ തൊഴിൽ സ്വപ്നങ്ങൾക്ക് അദൃശ്യമായ ഒരു കൈത്താങ്ങായി മാറുകയായിരുന്നു.
വർഷങ്ങൾക്കിപ്പുറം ഈ മെയ് മാസം കേരള സർക്കാരിന് വലിയൊരു തലവേദനയായി മാറിയത് വിരമിക്കൽ ചട്ടങ്ങളിലൂടെയാണ്. കേരള സർവീസ് റൂൾസ് അതായത് KSR പ്രകാരം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വിരമിക്കുന്നത് അയാളുടെ ജനന തീയതി ഉൾപ്പെടുന്ന മാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. അതായത് ജനന തീയതി മെയ് 1-നായാലും മെയ് 24-നായാലും അയാൾ വിരമിക്കുന്നത് മെയ് 31-നായിരിക്കും. 1960കളിലും 70കളിലും ജനിച്ച് മേൽപ്പറഞ്ഞ രീതിയിൽ മെയ് മാസത്തിൽ ജനന തീയതി ലഭിച്ചവർ ഇപ്പോൾ 56 വയസ്സ് പൂർത്തിയാക്കി സർവീസിൽ നിന്നും വിരമിക്കുന്ന കാലഘട്ടമാണ്. ഭൂരിഭാഗം പേർക്കും മെയ് മാസത്തിൽ ജനന തീയതി ഉള്ളതിനാൽ സ്വാഭാവികമായും അവരെല്ലാം ഒരുമിച്ച് മെയ് 31-ന് സർവീസിൽ നിന്നും പടിയിറങ്ങേണ്ടി വരുന്നു. ഇതൊരു ചെറിയ പ്രതിസന്ധിയല്ല സർക്കാരിന് സൃഷ്ടിക്കുന്നത്. ഭരണപരമായ വലിയൊരു ശൂന്യതയാണ് ഒറ്റ ദിവസം കൊണ്ടുണ്ടാകുന്നത്. പരിചയസമ്പന്നരായ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥർ ഒരേ സമയം ഓഫീസുകളിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ പല സർക്കാർ വകുപ്പുകളുടെയും ദൈനംദിന പ്രവർത്തനങ്ങൾ കുറച്ചു നാളത്തേക്കെങ്കിലും താളം തെറ്റുന്നു. സ്കൂളുകളിൽ പ്രധാനാധ്യാപകരും സീനിയർ അധ്യാപകരും ഒരുമിച്ച് വിരമിക്കുന്നത് അക്കാദമിക വർഷത്തിൻ്റെ തുടക്കത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാറുണ്ട്. പുതിയ ഉദ്യോഗസ്ഥരെ PSC വഴി നിയമിക്കാനും അല്ലെങ്കിൽ അവർക്ക് പരിശീലനം നൽകി ഈ ഒഴിവുകൾ നികത്താനും മാസങ്ങളോളം സമയമെടുക്കും. ഇതിനേക്കാളെല്ലാം ഉപരിയായി സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിന് താങ്ങാനാവാത്ത സാമ്പത്തിക ആഘാതമാണ് ഈ കൂട്ടവിരമിക്കൽ ഉണ്ടാക്കുന്നത്. 12,000-ലധികം പേർ ഒരേ ദിവസം വിരമിക്കുമ്പോൾ അവർക്ക് നൽകേണ്ട ഗ്രാറ്റുവിറ്റി, ടെർമിനൽ സറണ്ടർ അവധി ആനുകൂല്യങ്ങൾ, അതുപോലെ പ്രോവിഡന്റ് ഫണ്ട്, പെൻഷൻ കമ്മ്യൂട്ടേഷൻ എന്നിവയ്ക്കായി കോടിക്കണക്കിന് രൂപയാണ് ഒറ്റയടിക്ക് സർക്കാരിന് കണ്ടെത്തേണ്ടി വരുന്നത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിൽ ഈ ഭീമമായ തുക കണ്ടെത്തുക എന്നത് ധനകാര്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ്. ഓരോ വർഷവും മെയ് മാസം അടുക്കുമ്പോൾ സാമ്പത്തികമായി സർക്കാരിനെ ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ചരിത്രപരമായ കൗതുകം വഴിമാറുന്നത് നാം കാണുന്നുണ്ട്. ഇന്ന് കാര്യങ്ങൾ പൂർണ്ണമായും മാറിമറിഞ്ഞിരിക്കുന്നു. പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും ജനന രജിസ്ട്രേഷൻ കർശനമാക്കുകയും ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാതെ സ്കൂൾ പ്രവേശനം അസാധ്യമാവുകയും ചെയ്തതോടെ സ്വന്തം ഇഷ്ടപ്രകാരം ജനന തീയതി തിരുത്തുന്ന സമ്പ്രദായം കേരളത്തിൽ പൂർണ്ണമായും ഇല്ലാതായി. ഇന്ന് ജനിക്കുന്ന കുട്ടികളുടെ വിവരങ്ങൾ ജനിച്ച ഉടനെ തന്നെ ആശുപത്രികളിൽ നിന്ന് നേരിട്ട് ഡിജിറ്റലായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൈമാറപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് ഇത്തരം വ്യാജ മെയ് മാസ പിറന്നാളുകൾ ഇല്ല എന്നതാണ് സത്യം. ഒരു സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസത്തോടുള്ള അദമ്യമായ ആഗ്രഹവും അതിന് കുറുക്കു വഴികളിലൂടെ സഹായിച്ച അന്നത്തെ അധ്യാപകരുടെ മനസ്സുമാണ് മെയ് മാസത്തെ ഇത്രത്തോളം പ്രശസ്തമാക്കിയത്. നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും നൂലാമാലകൾക്കിടയിൽ സ്വന്തം നാടിൻ്റെ ഭാവി തലമുറയ്ക്ക് അക്ഷരം പഠിക്കാൻ ഒരു വർഷം പോലും നഷ്ടപ്പെടരുത് എന്ന് ചിന്തിച്ച ഒരു കൂട്ടം മനുഷ്യരുടെ സാങ്കേതികമായ ഒത്തുതീർപ്പിലായിരുന്നു ആ തിരുത്തലുകൾ. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലെ തീയതിയും അമ്മ ഓർത്തു പറയുന്ന നക്ഷത്ര പിറന്നാളും തമ്മിലുള്ള വ്യത്യാസം ഇന്നത്തെ തലമുറയ്ക്ക് ഒരു കൗതുകമായിരിക്കാം. എന്നാൽ കേരളത്തിൻ്റെ വളർച്ചയുടെ ഒരു സുപ്രധാന കാലഘട്ടത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണത്. ഇനി വരും വർഷങ്ങളിൽ 90കളിൽ ജനിച്ചവർ കൂടി സർവീസിൽ നിന്നും വിരമിക്കുന്നതോടെ മെയ് 31-ന്റെ ഈ മഹാവിരമിക്കൽ മേളകൾ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറും. ഒരുപക്ഷെ ലോകത്തും മറ്റൊരു നാടിനും അവകാശപ്പെടാനില്ലാത്ത കടലാസുകളിൽ ജനിച്ച ഒരു തലമുറയുടെ ഭരണപരമായ കഥയായി അത് വരും തലമുറകൾക്ക് മുന്നിൽ അങ്ങനെ അവശേഷിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.